ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്ന ഗവർണർ അല്പനിമിഷം മുമ്പ് ക്യാമ്പസിൽ വീണ്ടും തിരികെ എത്തിയ ഗവർണർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തനിക്കെതിരായി ഉയർത്തിയ ബാനറുകൾ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യണമെന്ന്. സാധാരണ VIPകൾക്കെതിരായി അവർ തങ്ങുന്ന ഇല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഉയർത്തുന്ന ബാനറുകൾ ഇന്ത്യയിലെമ്പാടും എവിടെയായിരുന്നാലും അത് ഒഴിവാക്കുന്നത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഇന്നലെ ഈ ക്യാമ്പസിൽ 3ഓളം ബാനറുകൾ ഉയർത്തുകയും വലിയ രീതിയിൽ പോസ്റ്റർ പ്രചരണം SFI നടത്തുകയും ചെയ്തു. ഗവർണർ ഗോ ബാക്ക് എന്നുള്ള വലിയൊരു കറുത്ത ബാനർ ഈ ക്യാമ്പസിന്റെ കവാടത്തിൽ ഉയർത്തുകയായിരുന്നു. ഇന്ന് വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ എത്തിയ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി 50 മീറ്ററോളം നടന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ രാജ്ഭവന് നിർദ്ദേശം നൽകി ഈ ബാനറുകൾ ഉടനെ നീക്കം ചെയ്യണമെന്ന്. ഇന്നെന്തായാലും SFI തടയില്ല എന്ന് പറഞ്ഞു. നാളെ വമ്പൻ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് SFI ഒതുങ്ങിയിരിക്കുന്നിടത്താണ് ഗവർണർ അടുത്തടി SFIക്ക് നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവിടെയുള്ള തനിക്കെതിരായ ബാനറുകൾ നീക്കം ചെയ്യണം. ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരുന്ന VIPകൾക്കെതിരായ ബാനറുകളോ പോസ്റ്ററുകളോ ഉണ്ടെങ്കിൽ അത് പോലീസ് നീക്കം ചെയ്യുന്ന പതിവാണെങ്കിൽ ഇത്തവണ പതിവ് തെറ്റിച്ച കാലിക്കറ്റ് ക്യാമ്പസിലെ പോലീസുകാരോട് തന്നെയാണ് പറഞ്ഞത്, നീക്കം ചെയ്തേ മതിയാകൂ. ഗവർണർ പിന്നോട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളം.